ബി.ജെ.പി. നേതാവ് രൺജിത് ശ്രീനിവാസന്റെ കൊലപാതക കേസിൽ മുഴുവൻ പ്രതികൾക്കും വധശിക്ഷ. ആദ്യഘട്ട കുറ്റപത്രത്തിൽ ഉൾപ്പെട്ട 15 പ്രതികളും കുറ്റക്കാരാണെന്ന് ഈ മാസം 20-ന് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി വിധി പ്രസ്താവിച്ചിരുന്നു. കേസിലെ 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്ക് കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കുണ്ടെന്ന് കോടതി കണ്ടെത്തി. 2021 ഡിസംബർ 19-നാണ് രൺജിത് ശ്രീനിവാസൻ കൊല്ലപ്പെട്ടത്. ഇതിന് പിന്നാലെ 1 മാസം പ്രതികൾക്കായുള്ള അന്വേഷണം നടന്നു. ആലപ്പുഴ ഡിവൈഎസ്പി NR ജയരാജിന്റെ നേതൃത്വത്തിൽ കേസിൽ ഉൾപ്പെട്ട 35 പ്രതികളുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി. 90 ദിവസത്തിനുള്ളിൽ കൊലപാതകത്തിൽ നേരിട്ട് പങ്കുള്ള 15 കുറ്റവാളികളെയും പ്രതിയാക്കി ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിച്ചു. വിചാരണ കോടതി മാറ്റണമെന്നാവശ്യപ്പെട്ട് പ്രതികൾ മേൽക്കോടതിയെ സമീപിച്ചതോടെ നടപടികൾ നീണ്ടുപോവുകയായിരുന്നു. പിന്നീടാണ് നടപടികളും വിചാരണയും പൂർത്തിയാക്കി കഴിഞ്ഞ ഡിസംബർ 15-ന് അന്തിമ കുറ്റപത്രം സമർപ്പിച്ചത്. ആദ്യഘട്ട കുറ്റപത്രത്തിൽ ഉൾപ്പെട്ട 15 പ്രതികളും കുറ്റക്കാരാണെന്നും കൊലപാതകത്തിലും ഗൂഢാലോചനയിലും ഒരുപോലെ പങ്കുള്ളവരാണെന്നും ഈ മാസം 20-ന് ജഡ്ജി VG ശ്രീദേവി വിധി പ്രഖ്യാപിച്ചു. 25-ന് ശിക്ഷാവിധിയിൽ പ്രതികൾക്ക് പറയാനുള്ളത് കൂടി കേട്ടിരുന്നു. ഇതിനുശേഷമാണ് ഇന്ന് കോടതി അന്തിമ ശിക്ഷാവിധി പ്രഖ്യാപിച്ചത്. കൊലപാതകത്തിന് പുറമെ ക്രിമിനൽ ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ, സാക്ഷികളെ ഭീഷണിപ്പെടുത്തൽ, വീട്ടിൽ അതിക്രമിച്ച് കടന്നു കയറൽ തുടങ്ങിയ കുറ്റങ്ങൾ പ്രകാരം IPC 449, 447, 506(2), 324, 323, 341, 201 എന്നീ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ തെളിഞ്ഞിട്ടുള്ളത്.